എന്താ ഇപ്പം പടച്ചോ എൻ്റെ നേർക്ക് തിരിഞ്ഞിടുന്ന ആൾക്കാർ ചോദിക്കാം. എൻ്റെ കുട്ടി ചില മക്കൾക്ക് അസുഖം വരും അല്ലേ, മക്കൾക്ക് അസുഖവും ഒരു അന്ധനായ ഒരു ഉമ്മ കുട്ടി അന്ധനായിപ്പോയി. ഒരു നല്ലൊരു പ്രായത്തിൽ 30-35 വയസ്സായപ്പം ഒരു ദിവസം രാവിലെ മകന് കണ്ണ് കാണില്ല. ആ അമ്മൻ്റെ ഉമ്മ പറയാണ്, എൻ്റെ മോന് 32-33 വയസ്സായപ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്യുന്നു, അത് കണ്ണ് കാണാതായി. ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചു എന്നാണ്. ഒരു കാര്യം ഉണ്ടായില്ല, ഒരു തെറ്റുപോലും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല. ഒരാളോട് പോലും ഒരു സഹായം ചെയ്ത് ചോദിക്കു വരുന്നവരോട് എന്തെങ്കിലും കൊടുത്തിട്ട് കൈ മടക്കി വിട്ടുള്ളൂ. ഒരു സിഗരറ്റ് പോലും ഇത്രയും കാലവും വലിച്ചിട്ടില്ല. അത്രയും നല്ല കുട്ടി എൻ്റെ കുട്ടി. എന്ത് തെറ്റാണോ ചെയ്തതെന്നാണ്. അങ്ങനല്ല സഹോദരങ്ങളെ, തെറ്റ് ചെയ്തത് കൊണ്ടല്ല അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചല്ല നമുക്ക് സുഖവും ദുഃഖവും അള്ളാഹു നൽകുന്നത്. ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ ഏത് പ്രയാസം വരുമ്പോഴും അത് അള്ളാഹു എനിക്ക് അങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ അള്ളാഹുവിനൊരു യുക്തിയുണ്ട്. അള്ളാഹു എന്തോ ഒരു ഖൈർ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവർ പ്രവാചകന്മാരാണ്. അത് മനസ്സിലാക്കണം. ഒരു പ്രയാസം വരുമ്പം പടച്ചോൻ വെറുത്തു എന്നല്ല, പടച്ചോൻ എന്നെ ഇഷ്ടമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണ്? ഖലീൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ ഫ്രണ്ടാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രത്തോളം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നുപോയത് അല്ലേ. വാർദ്ധക്യത്തിലെത്തി, കുട്ടികളില്ല, പ്രാർത്ഥിച്ച് ഒരു സന്താനത്തെ കൊടുത്തു. ആ സന്താനത്തെയും അതിൻ്റെ ഉമ്മാനെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടിടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു എന്നാണ്. അവിടെ കൊണ്ടിട്ടാണ്. സ്വന്തം പിതാവ് നാട്ടിൽ നിന്ന് ആട്ടിയകറ്റാണ്. എറിഞ്ഞുകൊല്ലുന്നാ പറഞ്ഞു. ഇവിടെ നിന്നാൽ ലനർജുമന്നല്ലേ, എറിഞ്ഞുകൊല്ലും. കാരണം എന്താണ്? പിതാവിൻ്റെ ആ വിഗ്രഹാരാധനക്കെതിരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തീക്കുണ്ടാരത്തിലേക്ക് ഇടാണ് രാജാവും പരിവാരങ്ങളും. ഭരണകൂട ഭീകരത, ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയുടെ ഇരയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ. ആലോചിച്ച്, ആ വൈകി ജനിച്ച, ആ വാർദ്ധക്യത്തിൽ ജനിച്ച ആ കുട്ടിയെ ആ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ ആ കുട്ടിയെയും ഉമ്മയെയും, ആ കുട്ടി ഒരു പ്രായമായപ്പം അതിനെ അറുക്കണമെന്ന് കൽപ്പിച്ചു. അറുക്കണം എന്ന് പറഞ്ഞ ആ കുട്ടീനെ, അതിനും ഇബ്രാഹിം നബി തയ്യാറായി. ഇബ്രാഹിം അല്ലദീ വഫ എന്നാണ് ഖുർആൻ പറഞ്ഞത്. പരീക്ഷണങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയ ഇബ്രാഹിം. അതുകൊണ്ടാണ് ഖലീലുല്ലാഹ്. അപ്പോൾ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ലോക നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു ഇടങ്ങേറ് ജീവിതത്തിൽ ചെറിയത് വരുമ്പം തളരാൻ പാടില്ല. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവർ പ്രവാചകന്മാരാണ്. ഈമാൻ അനുസരിച്ചാണ് അള്ളാഹു പരീക്ഷിക്കുക. അതിൽ വിഷമിക്കേണ്ട കാര്യം. അള്ളാഹ് വെറുത്തു എന്നല്ല, അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ കുറേ ദീർഘമായി നമസ്കരിച്ച്, ദീർഘമായി നോമ്പ് നോറ്റ്, ദീർഘമായി ഖുർആൻ ഓതി, വലിയ ആബിദായി ഇബാദത്ത് ചെയ്ത് ആബിദീങ്ങളാകുന്ന ആളുകൾ എത്തുന്ന ദറജയിലേക്ക് അത്രയൊന്നും ഇബാദത്ത് ചെയ്യാത്ത ആളുകൾക്ക് എത്താൻ പറ്റുമെന്നാണ്. എങ്ങനെ? ഈ പരീക്ഷണങ്ങളിൽ നല്ലൊരു നിലപാട് സ്വീകരിച്ചാൽ. ഒരു പ്രയാസം വരുമ്പം അതിൽ ക്ഷമിച്ചാൽ, നല്ല നിസ്കാരം നോമ്പൊക്കെ നോറ്റ് നല്ല നിസ്കാരക്കാരായ, നോമ്പുകാരായ, സ്വതക്ക ചെയ്യുന്ന ആബിദീങ്ങളായ ആളുകളുടെ ദറജയിലേക്ക്, അത്രയൊന്നും ഇബാദത്തില്ലാത്ത ആളുകളെ അള്ളാഹു അങ്ങോട്ട് വെറുതെ പൊക്കി കൊടുക്കുന്നതാണ്. അതിലൊരു ചാൻസാണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞത്. കുട്ടി മരിക്കുക അല്ലേ, ജീവിച്ചിരിക്കുക സന്താനങ്ങൾ മരിക്കുക, കുട്ടി മന്ദബുദ്ധിയായി, ഒരു പനി വന്നു, എൻകഫലൈറ്റിസ് വന്നു, തലച്ചോറിന് പനി ബാധിച്ച് പഴുപ്പാണ്, നല്ല പഠിച്ച 1ാം ക്ലാസ് റാങ്ക് ഉണ്ടായിരുന്ന കുട്ടി മന്ദബുദ്ധിയായി മാറും. എത്ര ഉദാഹരണങ്ങളാണ് നമ്മളെ മുമ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 10ാം വയസ്സിൽ പനി വന്ന് മന്ദബുദ്ധിയായ വലിയ 30-40 വയസ്സായ കുട്ടികളെന്ന് കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ലാതെ ജനിച്ച കുട്ടിയാണ്. എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു ആ കുട്ടിയെക്കുറിച്ച്. പക്ഷെ ഒന്നും നഷ്ടമാവില്ല. അതാണ് പടച്ചോന്റെ പ്രതിഫലം. അതിൽ നിങ്ങൾ ക്ഷമിക്കോ? നമ്മളെത്ര ക്ഷമിക്കണം ആലോചിക്കി. നിങ്ങൾക്ക് പോറുന്ന ഒരു മുള്ളിന് പോലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് പറയുമ്പോൾ, നമ്മളെ മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു വിഷമത്തിന് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ, മുള്ളുത്തുക എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരാണ്. അത്രയും നിസ്സാരമായ കാര്യത്തിന് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയ ദുഃഖങ്ങൾക്ക് അള്ളാഹു എത്ര പ്രതിഫലം നൽകും. കാരണം നാളെ ദുനിയാവിൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ട്, ആ പരീക്ഷണങ്ങൾ നേരിട്ട ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോൾ, പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ പരലോകത്ത് വെച്ച് വിചാരിക്കുമെന്നാണ്, ഒരു കത്തി ഷാർപ്പായ എന്തെങ്കിലും കിട്ടിയിട്ട് ആകെ മേത്ത് മുറിയാക്കിയിട്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിധേയനായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകുമാറ് പ്രതിഫലമാണ് ഈ ആളുകൾക്ക് നാളെ പടച്ചോൻ കൊടുക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് ഒന്നും നഷ്ടമാവില്ല. അതാണ് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ഗുണം. അതാണ്.